ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഗോവയിൽ എത്താൻ വേണ്ടിയിട്ട് ഇനി ഒരു 4 മണിക്കൂർ കൂടെ ബാക്കിയുണ്ട് കേട്ടോ. ഭയങ്കര ക്ഷീണമാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല മഴയും തണുപ്പും നല്ല വൈബായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാനിങ്ങനെ ഉറക്കക്ഷീണത്തിൽ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. നല്ല തണുപ്പും പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. പിന്നെ ഞാൻ പോയി അമലേട്ടനെ വിളിച്ചു കേട്ടോ. അപ്പം നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി. അമലേട്ടനെ ഞാൻ തല്ലി വിളിച്ചുണർത്തി ഗൈസ്. അപ്പം നമ്മൾ രണ്ടാളും കൂടെ ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്തിട്ടിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക് ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഗൈസ്. ലിപ്സ്റ്റിക്ക് നിർബന്ധ. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് നമ്മൾ ഫസ്റ്റ് ഇടും. ഇന്നലെ രാത്രി കഴിക്കില്ല. അമലേട്ടൻ ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്നത് ട്രെയിനിന്ന് ഫുഡ് വാങ്ങുന്നതെങ്കിൽ താല്പര്യമില്ലാത്ത കാര്യമാണ്. വേറെ വഴിയില്ല. ഓക്കെ ബൈ ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം ഇപ്പം സമയം എത്രയായി? 9 മണിയായി. കാരണം നമ്മൾ 11:30ക്കാണ് അവിടെ എത്തുന്നത്. മഴയായിരുന്നു. ഇപ്പം ഇവിടെ മഴ കാണല്ലേ ഗൈസ്. നമ്മൾ എവിടെ പോയാലും മഴയാണ്. ഈ എത്തുന്ന വരെ അമ്മ പറഞ്ഞു വിളിച്ചപ്പോഴേ ഇടി മഴയല്ലേ പോണോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, മഴ ഇവിടെ ഇല്ലമ്മ, കേരളത്തിലെ മഴയുള്ളൂ, ഗോവയിലൊന്നും മഴ ഉണ്ടാവില്ലെന്ന്. ഇവിടെ എത്തിട വരെ മഴയാണ് ഗൈസ്. പിന്നെ അവിടെ പോയി എനിക്കറിയില്ല. മഴ നല്ലോണം നമുക്ക് റൈഡിലൊന്നും കയറാൻ പറ്റില്ല. അമലേട്ടന് ലാഭം. അപ്പോൾ ഗൈസ് അപ്പം നമ്മളിങ്ങനെ വെറുതെ ശരിക്കും ഇല്ലേ, ഇന്നലെ നമ്മൾ ട്രെയിനിൽ കയറി പിന്നെ നമ്മൾ ഉറങ്ങി ഗൈസ്. ഞാൻ എപ്പോഴാണ് ഉറങ്ങാത്ത ഒരാളാണ്, പക്ഷെ നന്നായിട്ട് ഉറങ്ങിയിട്ടോ. നമ്മൾ ഷൊർണൂർ എത്തിയിട്ട് ഫുഡ് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നല്ല ഉറക്കം. പിന്നെ കോഴിക്കോട് എത്തിയപ്പോഴാണ് നമ്മൾ എണീറ്റത്. പിന്നെ ഞാൻ ഒന്നുകൂടെ ഉറങ്ങി. പിന്നെ ഇന്ന് രാവിലെയാണ് എണീറ്റപ്പോൾ രാത്രി ഫുഡ് കഴിച്ചില്ല. ഇത് രാവിലെ ഇവൻ്റെ ഒരു ഉപ്മാവ് കഴിച്ചു. എനിക്ക് അറിഞ്ഞുകൂടെ എന്താണെന്ന്. ഓക്കെ ഗൈസ്, ഇവൻ്റെ ഉപ്മാവാണ് കഴിച്ചത്. അപ്പോൾ എത്ര ഉള്ളൂ. അപ്പോൾ നമുക്ക് ബോറടിക്കും. ഇനി ഒരു 3 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ അവിടെ എത്തും. ലാഗ് തോന്നിയില്ല. എനിക്ക് ലാഗ് തോന്നിയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് വെള്ളം. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാം കേട്ടോ. സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാം ഗൈസ്. ഇതിൽ തോൽക്കുന്ന ആൾ പറയുന്നത് ആൻസർ, ജയിക്കുന്ന ആൾ തോൽക്കുന്ന ആൾ ജയിക്കുന്ന ആൾ പറയുന്നത് അനുസരിക്കണം. ഓക്കെ കളിക്കാം. അപ്പോൾ എന്ത് പറഞ്ഞാലും അനുസരിക്കണം കേട്ടാ. ഓക്കെ കമോൺ. റെഡി 1 2 3 സ്റ്റാർട്ട്. സ്റ്റോൺ പേപ്പർ സിസർ. ഒന്നെന്ത് 10ൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആള് തോറ്റ ആള് പറയുന്നത്, തോൽക്കുന്ന ആള് ജയിക്കുന്ന ആള് പറയുന്നത് കേൾക്കണം. റെഡി സ്റ്റോൺ പേപ്പർ സിസർ. 1 പോയിന്റ് ആവുന്നുണ്ട്. സ്റ്റോൺ പേപ്പർ സിസർ. 2 പോയിന്റ്. സ്റ്റോൺ പേപ്പർ സിസർ. ഓക്കെ സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. ഞാൻ തോറ്റ്. 4 പോയിന്റ് എനിക്കാണ്. സ്റ്റോൺ പേപ്പർ സിസർ. ഞാൻ 1 പോയിന്റ് എനിക്ക്. 4 പോയിന്റ്. സ്റ്റോൺ പേപ്പർ സിസർ. ഇനി അമലേട്ടന് 6, എനിക്ക് 2. ഇനി എനിക്ക് അതിന് 2 ഉള്ളൂ. സ്റ്റോൺ പേപ്പർ സിസർ. 3 6. സ്റ്റോൺ പേപ്പർ സിസർ. എന്താ സ്റ്റോൺ പേപ്പർ സിസർ. ഞാൻ തോറ്റു ഗൈസ്. അപ്പോൾ 7-4. അപ്പം ഞാൻ തോറ്റു, അവരൊട്ടം ജയിച്ചു. അപ്പോൾ പറ്റുന്ന പറയണം. അവനോട് പറ്റുന്ന പറയണം കേട്ടാ. ചലഞ്ചാണ്. അതിന്റെ മുകളിൽ പോയിരുന്നിട്ട് പാട്ട് പാടണം. ഇതിന്റെ മുകളിൽ കയറുന്നിട്ട് പാട്ട് പാടണം അല്ലേ ഗൈസ്? ഫസ്റ്റ് അവനോട്ട് അതല്ല പറഞ്ഞിട്ടോ. ഫസ്റ്റ് ഒരു ഹിന്ദിക്കാരെ ഉണ്ടാവില്ല, അതെടുത്ത് പോയി സംസാരിക്കാൻ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇത് പറ്റും. ഇതിന്റെ മുകളിൽ കയറിട്ട് ഒച്ചയില് പാട്ട് പാടണം അല്ലേ? ഒച്ചത്തിൽ പാട്ട് പാടണം. ഓക്കെ, അവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരുമില്ല. खुशी हो रही है. She's happy. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ?
ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എൻ്റെ കരളിലെ പാട്ടിനോ. മതിയാ? ഈ എല്ലാ ഗെയിമിലും അടുത്തതാണ് നമ്മളേട്ട ഓർഡർ ഇവൻ. അതിലും 5 പോയിന്റ്. ഇതിൽ ഞാൻ തോറ്റു ഗൈസ്, പരാജയപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഓർഡർ ഇവനാണ്. അതിൽ 5 പോയിന്റും 5 പ്രാവശ്യം മതി, 5 ഗെയിം മതി. 5 ഗെയിമിൽ കൂടുതൽ ആരാണ് ജയിക്കുന്നത് അവർ തോറ്റ ആള് അനുസരിക്കണം. ഓക്കെ, ഫസ്റ്റ് എനിക്ക് ഓട്. ഓടിവൺ ബാറ്റിങ്, ഞാൻ ബോളിങ്ങോ? റെഡി 1 2 3 സ്റ്റാർട്ട്. 3 ഒപ്പം വന്നാലാണ് തോക്ക് അല്ലേ? ഓക്കെ 3. 9. ഇത് 9ഓ? അത് 6. 9 അപ്പം എത്ര? അതറിയില്ല. ഇത് 9. എനിക്ക് മറക്കാൻ പറ്റില്ല. 6 ഇത് 6 ഇത് 7 8 ഇത് 9 അല്ലേ? എനിക്കിങ്ങനെ മറക്കാൻ പറ്റില്ല. ഇങ്ങനെ എന്താണ് 9 കേട്ടാ? ഇതെന്റെ 9 അവരേട്ടാ 10. 1 2 3 സ്റ്റാർട്ട്. 17. 1 2 3 സ്റ്റാർട്ട്. 27. 1 2 3 സ്റ്റാർട്ട്. 27 35. 35. 1 2 3 സ്റ്റാർട്ട്. 35 36. എനിക്ക് കണക്കൂട്ടാറില്ലോടെ തെറ്റിക്കല്ലേ നമ്മളായിട്ട്. 1 2 3 സ്റ്റാർട്ട്. 37. ഞാൻ 37 ഇട്ട് ഞാൻ ജയിക്കും. എനിക്ക് വായിക്കണം അവലേട്ടാ. ഞാൻ എടുക്കാം അവലേട്ടാ. സ്റ്റാർട്ട്. 1 2 3 സ്റ്റാർട്ട്. 16. ആയില്ല. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. തോറ്റു. ജസ്റ്റ് ചലഞ്ച്. രണ്ട് കളി ഞാൻ പരാജയപ്പെട്ട് എങ്ങനെയെന്ന് പറ്റണേ. ശരി പറ. എനിക്കാ ഒരു പ്രാവശ്യം കൂടെ കളിക്കാട്ടാ. അമ്മ തോക്കണം. ചലഞ്ച് എന്താ പറയുക? ഞാൻ നേരത്തെ പറഞ്ഞ പറ. കണ്ടന്റ് അല്ല, പണിഷ്മെന്റ് ആണ്. ഈ ബോഗി ഫുള്ളും പോയിട്ട് അങ്ങനെ നടക്കണം. എനിക്ക് വയ്യ ഗായ്സ്. ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ നടക്കണം. നടക്കും ഗൈസ്, നടക്കും. എടാ എനിക്ക് വയ്യട. എല്ലാരും നോക്കണല്ലേ. പണിഷ്മെന്റ് ആണ്. ഇങ്ങനെ നേരെ ഇറങ്ങും. നേരെ ഇവിടെ വരല്ലേ? ഇവിടെ അങ്ങോട്ട് അതിപ്പോ എനിക്ക് വയ്യടാ. അങ്ങോട്ട് അങ്ങോട്ട് നേരെ അങ്ങോട്ട്. വേറെ ചലഞ്ചാണ്. ഇങ്ങനെ വരണേ. അവിടെ എല്ലാരും നോക്കും എന്നെ. അത് കുഴപ്പമില്ല. ഇവിടെ നേരട്ടെ. ഗൈസ് ഞാൻ അവിടെ നിന്ന് അറ്റും തൊട്ടി അറ്റം വരെ തിങ്ങനെ അവിടെ ഒരാളിട്ട് ഇങ്ങനെ അങ്ങനെ ഞാൻ പണിഷ്മെന്റ് ഫുള്ളായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഗൈസ്. ഇനി അമ്മയുടെ തോക്കും. കളി കഴിഞ്ഞ ഗെയിമില് ഈ ഫൈനൽ ഗെയിമാണ്. ഇതിൽ തോക്കുന്ന ആള് ആരെന്നും നമുക്കറിയില്ല. തോക്കുന്ന ആള് പോയിട്ട് 1 രൂപ ഇവിടെ നിന്ന് ആരെടുത്തെങ്കിലും അമ്മ എല്ലാം തരടേ വിട്ട് 1 രൂപ മേടിക്കണം. ഓക്കെ, ഇതാണ് നെക്സ്റ്റത്തെ തോക്കുന്ന ആൾക്ക് പണിഷ്മെന്റ്. വാ കളിക്കാം. സ്റ്റോൺ പേപ്പർ സിസർ പെട്ടെന്ന് കഴിയും. 10 പോയിന്റ് വരെ 5 മതി. 10. 1 2 3 സ്റ്റോൺ പേപ്പർ. ഇല്ല ബാക്കിലേക്ക് കൈ ബാക്കിലേക്ക്. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. 1
സ്റ്റോൺ പേപ്പർ സിസർ 3, 1. സ്റ്റോൺ പേപ്പർ സിസർ 4, 1. സ്റ്റോൺ പേപ്പർ സിസർ 5, 1. 5. തോക്കില്ല. സ്റ്റോൺ പേപ്പർ സിസർ. ഞാൻ ചെയ്യില്ല. അപ്പൊ 6, 1. പോകുന്നത് സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. 7, 1. ഞാൻ തോറ്റു. കട്ടി. ഇല്ല 7 നമ്മൾ 7, 1 കറക്റ്റ്. 7 പോലെ 8, 2 പോലെ ഞാൻ തോറ്റു. ശരിയാ. അത് ഇത് ആദ്യം എന്റെ ആദ്യം ചോദിച്ചു നീ ചെയ്തേ പറ്റത്തുള്ളൂ. ആദ്യം അവരെന്ത് ചെയ്യാം? നോ നീല തോറ്റത്. ചെയ് കേട്ടാ, ഒരു യൂട്യൂബ് ചലഞ്ചാണ്. പണിഷ്മെന്റ് 1 രൂപ തരാം. അത് കാണിച്ചിട്ട് തിരിച്ചു തരാം. യൂട്യൂബ് വീഡിയോ ഉണ്ട്, യൂട്യൂബില് വീഡിയോ. അപ്പൊ പണിഷ്മെന്റ് തോക്കുന്ന ആള് പറയുന്നത് കേൾക്കണം. ചലഞ്ചാണ്. അപ്പൊ ആരെടുത്തെങ്കിലും 1 രൂപ മേടിക്കണം. അതാണ് എന്റെ ചലഞ്ച് കിട്ടിയത്. അപ്പൊ അത് മേടിച്ച് കാണിച്ചു കൊടുക്കണം. ആരായാലും തന്നാ മതി. ഗോവയ്ക്കാണോ? നമ്മളും ഗോവയ്ക്ക. എന്തെങ്കിലും ഉണ്ടാ? ഗൂഗിൾ പേ അല്ല, ജസ്റ്റ് നമ്മള് വീഡിയോക്ക് വേണ്ടി കാണിക്കാനാ. ചുമ്മാ അങ്ങനെ കാണിച്ചിട്ട് തിരിച്ചു തരാം. ശരി, 10 ഉണ്ടോ? അത് ജസ്റ്റ് കാണിച്ചിട്ട് തരാം കേട്ടോ. ₹20 നമുക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. ₹1 അവരുടെ തില്ലായിരുന്നു കേസ്. അപ്പൊ നമുക്ക് ₹20 തന്നിട്ടുണ്ട്. തിരിച്ചു കൊടുത്തു കേട്ടോ. ₹20 നമ്മൾ ചോദിച്ച് വായിച്ച് തന്നിട്ടുണ്ട്. ഒരു കല ഞാൻ ഒന്നുകൂടെ കളിക്കാം. ഞാൻ നിർത്തി കളി. ഇല്ല, അമ്മയുടെ നോക്കണം. ഇല്ല ഗൈസ്, 3 പണിഷ്മെന്റ് എനിക്കാണ് കിട്ടിയത്. 1 അതിന്റെ മേലെ, 2 ഇങ്ങനെ 3 ₹1 ചോദിക്കണം. പക്ഷെ ഇവിടെ ആരടുത്ത് ₹1 ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നൊക്കെ ചോദിച്ചു. ഗൂഗിൾ പേ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ₹20 എന്തായാലും ഉള്ളത് മതി പറഞ്ഞു. എന്നിട്ട് കാണിച്ചിട്ട് കൊടുത്തട്ടാ. അവർ കളിയാക്കുന്നത് ഗൈസ്, എന്നെ കളിയാക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ ആതിരാമ്പൽ നാളെ പോയി നോക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഫാമിലി ആയിട്ട് ഗോവയ്ക്ക് പോകുന്നതാണ്. നമ്മളും ഫാമിലി ആയിട്ടല്ല, നമ്മൾ കപ്പിൾസ് ആയിട്ട് ഗോവയ്ക്ക് പോകുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ എനിക്കൊന്ന് അമലേട്ടന് പണിഷ്മെന്റ് കൊടുക്കണമെന്നുണ്ട്. വേണ്ട ഗൈസ്, വേണ്ട. ഇത് ഞാൻ ഇരന്ന് മേടിച്ചതാണ്. ഞാൻ മിണ്ടാതിരുന്നതാണ്. ഞാൻ പറഞ്ഞു നീ പോയി തെണ്ടണമെന്ന്. ഓക്കെ, ഗോവയ്ക്ക് ഒരേപോലെയാണല്ലേ. ഗോവയിൽ മഴ പെയ്യോ? ഇന്നലെ അമ്മ പറഞ്ഞേ എടി മഴയാടി പോവണ്ടെന്ന്. അപ്പൊ അമ്മ അത് കേരളത്ത് ഗോവയിൽ മഴ മിക്കവാറും വാട്ടർ റൈഡൊക്കെ വെള്ളത്തിലാവുന്ന തോന്നുന്നത്. ഗൈസ്, നമ്മൾ ഇന്ന് നിൽക്കും. നാളെ ഫുൾ ഡേ. മറ്റൊന്ന് രാത്രി നമ്മൾ ഇറങ്ങും കേട്ടോ. അങ്ങനെയാണ്. അമലേട്ടൻ്റെ വർക്കുള്ളതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല ഒരുപാട് ദിവസം. ഗൈസ്, ഞങ്ങൾ പാക്കേജ് ഒന്നും എടുക്കണ്ട പോകുന്നത്. ദൈവമേ, ചെറിയൊരു പേടി. ഓക്കെ ആക്കണം കേട്ടോ, സെറ്റ് ആക്കണം കേട്ടോ. വെറുതെയാണ് ഗൈസ്, വെറുതെ കാണിക്കുന്നതാണ്. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ എൻജോയ് ചെയ്യും. 2 ദിവസം ഇവിടെ ഉണ്ടല്ലോ. ഹായ് ഗൈസ്, നല്ല മഴ ഗൈസ്, നല്ല മഴ. ഹെവി മഴ. ഈ മഴയൊന്നും അടുത്ത കാലത്ത് നിൽക്കാൻ പോണില്ല. കുറച്ച് ലോങ് ആയിട്ട് ഉണ്ടാവും. നാളെ എൻജോയ് ചെയ്യാം, ഇന്ന് കിടക്കാം. കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഗോവയിലെത്തിയില്ല തെളിവാണ് ഗൈസ്. തെളിവ്. മഴയാണെങ്കിലും നമ്മൾ അടിച്ചു പൊളിക്കും ഗൈസ്.